തട്ടുകട തൊട്ട് എപ്പോഴും 5 സ്റ്റാർ വരെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതിൽ എയർപോർട്ട് അടക്കം അല്ലേ? ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് അങ്ങനെ ചിലർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ചിലപ്പം വലിയ ബിഗ് ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ ചെറിയ ക്ലയൻസിനൊക്കെ ഒരു വിട്ടുകളയും. പക്ഷെ സാർ ഇപ്പോഴും ആ ഒരു ചെറിയ ക്ലയൻസ് തൊട്ട് വലിയ ക്ലയൻസ് അതേപോലെ നടത്തുന്നത് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. 2 പാക്കറ്റ് എടുക്കുന്ന തട്ടുകടക്കാരന് അന്ന് എടുത്തുകൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞില്ലേ 7 പാക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് 20 പാക്കറ്റ് ആയപ്പോൾ ഒരു തട്ടുകടക്കാരൻ 2 പാക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന തട്ടുകടക്കാരന് ഇപ്പോഴും നമ്മൾ അയാൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എക്സ്പോർട്ടിംഗ് ലെവൽ ഇതിന്റെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ പ്രൊഡക്റ്റ് വന്നിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തുന്നുണ്ട്. സാർ അപ്പം സാറ് ഒരു സ്ഥാപനം വന്ന് സ്റ്റാർട്ട് ചെയ്തത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ താല്പര്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേയധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ GCC കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും. അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് ഈ റെഡി ടു കുക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റില്ല മാം, റെഡി ടു കുക്ക് എന്ന സംഭവം ഏറ്റവും അത്യാവശ്യമാണ്. റെഡി ടു കുക്കും റെഡി ടു ഈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. മാം, ഒരു വീട്ടമ്മ സംരംഭയാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരംഭകന്റെ ഭാര്യയാകുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കുക, കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും, മടിച്ചു നിൽക്കും. അപ്പോൾ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ? അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? അതെ, ഞാനൊരു ടീച്ചറായിരുന്നു. ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ, ഞാനിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയ ഒരാളിനെ വെക്കുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പ്ലസ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ഞാനിതിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അല്ലേ? അത് തീർച്ചയായിട്ടും മാമിന് ഇപ്പോൾ ഒരുപാട് അതിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ടോ? കുട്ടികളൊക്കെ സപ്പോർട്ടിംഗ് ആണോ? അതെ, കുട്ടികൾ സപ്പോർട്ടിംഗ് ആണ്. എഫേർട്ട് എത്രത്തോളം എടുക്കേണ്ടി വരുന്നു? ടീച്ചർ എന്നുള്ളതിൽ മാറി ഒരു സംരംഭകയായപ്പോൾ എത്രത്തോളം ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ഒരു കംഫർട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്? അതെ, കംഫർട്ടാണ്. നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടല്ലേ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തുമ്പോൾ? തീർച്ചയായിട്ടും ഹസ്ബൻഡിന്റെ കൂടെ ആകുമ്പോൾ അതൊന്നും കൂടെ കംഫർട്ട് ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പുണ്യം എന്ന് വിചാരിക്കുന്നത് ഇത്ര പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. എത്രത്തോളം സ്റ്റാഫ് നമുക്ക് ഈ ഒരു കമ്പനിയിലുണ്ട്? നമുക്ക് എല്ലാം കൂടി നമുക്ക് 40 സ്റ്റാഫ് ഉണ്ട്. 40 സ്റ്റാഫ് ഉണ്ട്. അതായത് ഓൾ കേരള നമുക്ക് എല്ലാ അതല്ല, ഡിസ്ട്രിബ്യൂട്ടർ വേറെയാണ്, സ്റ്റാഫ് അതെ അല്ലേ? ഓക്കെ, ഇത് എവിടെയൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്? ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് വൈക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പിന്നെ അത് അവിടെ 18 വർഷമായി. അതുകൂടാതെ പാലക്കാട് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം അവിടുന്ന് പോകുന്നുണ്ട്. അതൊരു 14 വർഷത്തോളമായി. എത്ര രൂപയിലാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്തത്? 25 രൂപയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 25 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. MRP 25 ആയിരുന്നു. 25 രൂപയിൽ. അപ്പം എത്രത്തോളം സാർ ഇൻവെസ്റ്റ് ചെയ്തു ഇതിന്? സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ സെയിൽ കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വന്നു. പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടി വന്നു, ഓട്ടോമേഷൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി ഇൻവെസ്റ്റ്മെന്റ് മെഷീൻസ് ഒക്കെ നമ്മൾ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും. എല്ലാം അപ്ഡേറ്റഡ് ആണ്. എല്ലാം അപ്ഡേറ്റഡ് മെഷീൻസ്. നമ്മൾ കൈകൊണ്ട് മെറ്റീരിയൽ ഒന്നും തൊടുന്നില്ല. കൈകൊണ്ട് തൊടാതെയാണ് ഫുൾ പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ആ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എത്രത്തോളം എത്രത്തോളം വിപണിയിൽ നമ്മൾ എത്രത്തോളം വിജയകരമായിട്ട് നിൽക്കുന്നുണ്ട് സാറിന് പറയാൻ പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഒരുപാട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഒരു വിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. തമിഴ്നാട് ഒരു പോർഷൻ ഓഫ് തമിഴ്നാട്ടിൽ നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഹോട്ടൽസിനും എല്ലായിടത്തും നമുക്ക് ഓൾറെഡി സപ്ലൈ ഉണ്ട്. സാർ, അപ്പം നമ്മൾ റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ് നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ വേറെ എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഇനി വിപണിയിൽ എത്താനുള്ളത്? ഇനി റെഡി ടു കുക്കിന് നമ്മളിപ്പോൾ റെഡി ടു ഈറ്റ്
ഫുഡ് പ്രൊഡക്ട്സിലേക്കാണ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാറ് സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഓട്ടോയിലേക്ക് എത്തി, ഓട്ടോയിൽ നിന്ന് കാറിലേക്ക് എത്തി. ഇപ്പോൾ എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത്? ഇപ്പോൾ 15ഓളം ഡെലിവറി വാൻസ് ഉണ്ട്. അതായത് ഒരു സൈക്കിളിൽ നിന്ന് എത്തി അവിടെ നിന്ന് അതിൽ നിന്നും 15ഓളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി എത്രത്തോളം വിപുലമാണ് അല്ലേ? ഈ ഒരു എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ്. ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷനുടെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ തരത്തിലും, അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും എയർപോർട്ട്സും ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് അത് കൂടുതൽ അവിടെയുള്ളവർക്കും ഉപയോഗപ്രദമാകും. അപ്പോൾ ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? മീൻസ് ഓൺലൈനിൽ ചില പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടും. ഞങ്ങളുടെ പ്രൊഡക്ട്സ് ചില പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഇതിലെല്ലാം ഞങ്ങളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല, നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഫ്ലഡ് 2018 ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ലേ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി, ചപ്പാത്തി, ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത്. ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് 100% ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് ആ സമയത്ത് ഫ്ലഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്ട്സ് ഒരു കാര്യം, നമുക്ക് ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് സപ്ലൈ ചെയ്ത പോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഒരു വിപത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായാൽ ഇൻ കേസ് ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം നാട്ടുകാരുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ പ്രോഡക്റ്റ് കോട്ടയം ജില്ലയിൽ മാത്രമല്ല, ഈവൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഫ്ലഡിന്റെ സമയത്ത് കാലിക്കറ്റ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളായിരുന്നു സാറിന്റെ ആദ്യത്തെ ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിളായിരുന്നു സാറിന്റെ വാഹനം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? എനിക്ക് പണ്ടേ ഒരു UAE ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ 4 വീൽ ഡ്രൈവിൽ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ യൂസ് ചെയ്യുന്ന എൻഡേവർ ആണ്. അപ്പൊ സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്കുള്ള ഒരു മാറ്റം അല്ലേ, അതൊരു ചെറിയ മാറ്റമല്ല, ചെറിയ കാലയളവല്ല, 18 വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം, വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്കുള്ള ഒരു അച്ചീവ്മെന്റ്. ഇന്നത്തെ ഒരുപാട് ആളുകൾ, അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ്? അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ്, ട്രിക്ക് എന്താണ്? ബിസിനസ്സിന് എളുപ്പവഴികളില്ല, അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം. അതെ, ഒന്ന്. രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് തീർച്ചയായിട്ടും അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ച് നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് തരും. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതിന് വേണ്ടി വരില്ല. നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും. ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും. ചിലർ പല ഇഷ്യൂസ് പറയും. അപ്പോൾ ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, കൊല്ലത്ത് പോയിട്ടുണ്ട്, കായംകുളം, കണ്ണൂർ, കോഴിക്കോട്, ഇങ്ങനെ പല കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു. ഈ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ആ കസ്റ്റമറിൻ്റെ ഒക്കെ വീട്ടിൽ പോയി അവരുടെ കൂടെ സംസാരിച്ച് അപ്പോൾ ആ ഒരു കസ്റ്റമർ ബേസ് നമുക്കിപ്പോൾ ഉണ്ട്. ഒരുപാട് ആൾക്കാർ, 100 കണക്കിന് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ല, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വീടുകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് ഒക്കെ മനസ്സിലാക്കി അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടച്ചിങ് ആയിട്ടൊരു സംഭവം, തിരുവനന്തപുരത്ത് ഒരു മുത്തശ്ശി, ഒരു 70-75 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവരിടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയി. അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത്. അപ്പോൾ
അങ്ങനെ വിളിച്ചു, നമ്മൾ ഇന്ന പോലെയാണ്. അവിടെ പോയപ്പോൾ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ്, നമുക്ക് വല്ലാത്തൊരു അനുഭവമായി പോയി. അതെ അതെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണല്ലേ അത്. തീർച്ചയായിട്ടും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ടാകുമെന്നും വിചാരിക്കുന്നു. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പം മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പം ചിലപ്പം ഭർത്താവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സംരംഭകനാണ്, ബിസിനസ്മാനാണ്, അതിന് പോകണ്ടെന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പം മാമും അങ്ങനെ കൂടെ പോകുമായിരുന്നോ സാറിന്റെ കൂടെ? അങ്ങനെ രണ്ടാളും ഒരുമിച്ചാണ് പോകുന്നത്. ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത്. കുട്ടികളെയും കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. അതൊരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് വലിയൊരു വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ്. പലപ്പോഴും നമ്മളൊരാൾ ഇപ്പോൾ ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ ഇത്രയും ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സാർ 18 വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ ഇപ്പം ഇരിക്കുന്നത്. നമ്മുടെ ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സിന് എന്നെപ്പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് സാറിനുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ്. കാരണം നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യത്യാസം നമുക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ തട്ടുകട മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് 5 സ്റ്റാർ ഹോട്ടൽസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അതായത് ജഡ്ജസ് വിളിക്കാറുണ്ട്, കമ്മീഷണർ, പോലീസ് കമ്മീഷണേഴ്സ്, ജഡ്ജസ്, പിന്നെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, റേഡിയോ ജോക്കീസ്, ഈ ഓൾ ഇന്ത്യ റേഡിയോ, ഇത് അതുപോലുള്ള ഒരുപാട് TV ചാനൽസിലുള്ള ആൾക്കാർ, ഇങ്ങനെ പലരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ വിളിച്ച് നമുക്കൊരു ടെസ്റ്റിമോണിയൽ തരുമ്പോൾ നമുക്ക് അതിലൊരു മനസ്സിന് എപ്പോഴും നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ്. അതെ അതെ, ഒരു എൻകറേജിങ് ആൻഡ് ഇൻസ്പിറേഷൻ ആണ് നമുക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് ജഡ്ജിമാരെ പോലുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് അവരൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക. നമുക്കറിയില്ല, നമുക്കിത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഒരു 2 മാസം മുമ്പ് ഒരു ജഡ്ജി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വളരെ ശാന്തനായിട്ട് സംസാരിച്ച്. അപ്പോൾ അവസാനം ഇപ്പം ആരാന്ന് നമുക്കറിയില്ല. അവസാനം എല്ലാം കസ്റ്റമർ എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് ഞാൻ ഇന്ന ജഡ്ജിയാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അവിടെ വരെ, അതായത് ഒരു സാധാരണക്കാരന് ഒരു ജഡ്ജി വരെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഒരു ബിസിനസ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡിന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണക്കാരൻ ഒരു ജഡ്ജി വരെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. സാർ അപ്പം നേരിട്ട് തന്നെയാണ് സാർ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അല്ലെങ്കിൽ രസകരമായി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഓർമ്മ വെക്കാൻ തോന്നിയിട്ടില്ല, ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ചില സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും ഒന്ന് പോകാറുണ്ട്. വെറുതെ ഒരു റാക്കിൽ കുറേയധികം പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കൈയും കെട്ടി ചിലപ്പോൾ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുറേ അധികം പ്രൊഡക്ട്സ് ഉണ്ടാവും. പക്ഷെ കസ്റ്റമറിൻ്റെ കൈ എത്തുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിലാണ്. അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടും നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന വിശ്വാസവും കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗുഡ് വിൽ. അപ്പോൾ ആ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഗുഡ് വിൽ അവിടെ ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ നേരെ പോയി ആ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് പിക്ക് ചെയ്യുന്നത്. അതെ അതെ, നമ്മളുടെ ആ ഒരു ആശയം അത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ അത്ര സക്സസ്ഫുൾ ആയി എത്തുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ. തീർച്ചയായിട്ടും അത് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ്. അതെ.